നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 3-ാം തീയതിയാണ്. ഈ ദിവസത്തിന്റെ ഇന്നത്തെ വലിയ പ്രത്യേകത ഇത് നെഞ്ചിടിപ്പിന്റെ ദിവസമാണെന്ന്. ഇന്ന് രാത്രിയിൽ മിക്ക സ്ഥാനാർത്ഥികളും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച പ്രവർത്തകരും ഉറങ്ങുന്ന ദിവസമല്ല. എങ്ങനെയും നാളെ നേരം പെട്ടെന്ന് വെളുക്കണമെന്ന് വിചാരിച്ച് കിടക്കുന്നവരാണ് മിക്കവരും. ചിലർ നേരം വെളുക്കരുതേ എന്ന് ചിന്തിക്കുന്നവരാണ്. കാരണം അത്ര വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഇലക്ഷനാണ് കേരളത്തിൽ ഇപ്രാവശ്യം നടന്നത്. 3 മുന്നണികളും അതിശക്തമായി ഞങ്ങൾ ജയിക്കുമെന്ന് ഘോരഘോരം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും കൂട്ടിയും ഗുണിച്ചും കിഴിച്ചും ഫലം അനുകൂലമാണെങ്കിലും വിപരീതമാണെങ്കിലും നാം ആത്മസംയമനം പാലിക്കണം. ജയിച്ച സ്ഥാനാർത്ഥിയെ നാം അനുമോദിക്കണം. തോറ്റ സ്ഥാനാർത്ഥികൾ തങ്ങൾക്ക് എവിടെയാണ് പരാജയം പറ്റിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അവർ ഒന്നേ എന്ന് തുടങ്ങി വരിക. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വിജയം സുനിശ്ചിതമായിരിക്കും. ഇപ്പോഴേ പ്രവർത്തിച്ചെങ്കിലേ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ തോറ്റുപോയല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലിരുന്നാൽ, അടങ്ങിയിരുന്നാൽ ഈ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ വീണ്ടും തോറ്റുപോകും. അതുകൊണ്ട് പരാജയം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അടുത്ത തവണ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. നാളത്തെ പ്രഭാതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.